ഒരു പഴയ വിദേശ ത്രില്ലർ സിനിമ പരിചയപ്പെടുത്തുകയാണ്. ഇത്തവണ ഇംഗ്ലീഷ് അല്ല, ഡാനിഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് നമ്മൾ പറയുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 5-6 കൊല്ലം മുമ്പ് മികച്ച ഡാനിഷ് ത്രില്ലർ സിനിമകൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ പടം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ പടവും ഞാനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഒരു 90s ത്രില്ലർ മൂവി റെക്കമെൻഡേഷൻ. നിയമ വിദ്യാർത്ഥിയായിട്ടുള്ള മാർട്ടിൻ ഒരു ഫോറൻസിക് സ്ഥാപനത്തിൽ നൈറ്റ് സെക്യൂരിറ്റി ആയിട്ട് ജോലിയിൽ കയറുന്നു. അയാളുടെ പഠനത്തിനും ചെലവിനും വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനായിട്ടാണ്. വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും അയാൾ ഈ ജോലിക്ക് കയറിയത്. എല്ലാ രാത്രിയിലും അവിടുത്തെ മോർച്ചറിയിൽ ശവശരീരങ്ങൾ നിറഞ്ഞ മുറിയിൽ കയറിയിട്ട് എല്ലാം ക്ലിയർ ആണെന്ന് നോക്കേണ്ട ചുമതല പുള്ളിക്കുണ്ട്. അതവന് അല്പം പേടിയുള്ള, കുറച്ച് ടഫായിട്ടുള്ള ഒരു ജോലിയായിരുന്നു. ആൻഡ് ഇതേ സമയം തന്നെ ആ നാട്ടിൽ എല്ലാവരും പേടിക്കുന്ന ഒരു സീരിയൽ കില്ലർ കൂടി എത്തുന്നു. ചില പ്രത്യേക രീതിയിൽ ചില പ്രത്യേക സ്ത്രീകളെ മാത്രമാണ് അയാൾ ഇരകളാക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് തുടർന്ന് നടക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1994 ഇറങ്ങിയ ഡാനിഷ് ക്രൈം ത്രില്ലർ നൈറ്റ് വാച്ച്. ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ഓലെ ബോണ്ടാൾ ആണ്. ഇനി ഈ പടം ഇങ്ങനെ മാറിപ്പോരുത്. ഇതിന്റെ ഇംഗ്ലീഷ് റീമേക്ക് 97 റിലീസ് ആയിട്ടുണ്ട്. ആ പടത്തെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇതിന്റെ ഒറിജിനൽ 94 റിലീസായ ഡാനിഷ് ത്രില്ലർ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഓർക്കുക. ഇതുകൂടാതെ ഇതേ പേരിൽ വേറെ സിനിമകളും സീരീസുകളും ഒക്കെ ഉണ്ട് പല കാലങ്ങളിലായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോരുത് കേട്ടോ. ഒരു ഹിച്ച്കോക്ക് സ്റ്റൈലിലാണ് ഈ പടം ഒരുക്കിയിരിക്കുന്നത്. ആദ്യം ഇങ്ങനെ സ്ലോ പേസിൽ കഥ പറഞ്ഞു തുടങ്ങി പടം തീരുമ്പോഴേക്ക് ഇങ്ങനെ കത്തിക്കേറുന്ന ടൈപ്പ് ഒരു കിടിലൻ ത്രില്ലറായിട്ട് സിനിമ മാറുന്നുണ്ട്. അങ്ങനെ ഓവർ ജംപ് സ്കെയർ ോ അല്ലെങ്കിൽ വയലൻസോ അങ്ങനെയൊന്നും പടത്തിൽ അധികമില്ല. പക്ഷെ വളരെ എൻഗേജിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും ചെറിയ രീതിയിലൊരു ഭയമൊക്കെ തോന്നുന്ന ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഒരു നിശബ്ദത പലപ്പോഴും നമ്മളെ ചെറിയ രീതിയിൽ ഭയപ്പെടുത്തും. സോ ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിലും ഒരു ഹൊറർ ഫീല് അല്ലെങ്കിൽ ഒരു ഹൊറർ വൈബ് നൽകുന്ന ഒരു പടം കൂടിയാണ്. രാത്രിയൊക്കെ ഇരുന്ന് കണ്ടാൽ ഭയങ്കര രസമായിരിക്കും. അതുപോലെ എന്താണ് ഇതിന്റെ മിസ്റ്ററി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ, ആരാണ് ഈ വില്ലൻ എന്ന് നമ്മളിങ്ങനെ ഗസ് ചെയ്തുകൊണ്ടേയിരിക്കും പടം റിവീൽ ചെയ്യുന്നത് വരെ. അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഹൂഡൻ ഇറ്റ് പോർഷൻ, ആ ഒരു സംഭവം നല്ല ഇമ്പാക്ട് നൽകുന്നുണ്ട്. ഇതിലെ നായകൻ മാർട്ടിനായിട്ട് വന്നിരിക്കുന്നത് നിക്കോളായ് കോസ്റ്റ വോൾഡോ ആണ്. അതായത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലൂടെ എമ്മി അവാർഡ് നേടിയ അതേ നടൻ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അതുൾപ്പെടെ ഒരുപാട് കിടിലം പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അതേ നിക്കോളായ് കോസ്റ്റ വോൾഡോ തന്നെയാണ് ഈ റോളിൽ വന്നിട്ടുള്ളത്. പുള്ളിയുടെ നായകനായിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണിത്. വളരെ ചെറുപ്പക്കാരൻ പയ്യൻസ് ആയിട്ടുള്ള ഒരു നിക്കോളായെ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരേ സമയം നിഷ്കളങ്കനായിട്ടും അതേസമയം തന്നെ നമുക്ക് സംശയവും തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ നായികയായിട്ട് വന്ന സോഫി ഗ്രാബാളും അതുപോലെ നിക്കോളായുടെ ഫ്രണ്ടായിട്ട് വരുന്ന കിം ബോഡ്നിയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. പടത്തിന്റെ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ കിടുവാണ്. ഒരുപാട് രാത്രികാല വിഷ്വലുകൾ ഈ സിനിമയിലുണ്ട്. ഒരു മൊത്തത്തിലൊരു റെട്രോ വൈബ് ഈ പടം തരുന്നുണ്ട്. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ ഒരു സൈലൻസിന്റെ ഭീകരതയൊക്കെ കൊണ്ട് ഞെട്ടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പടത്തിന് നല്ല ഇമ്പാക്ട് നൽകുന്ന വിധത്തിലാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിട്ടുള്ളത്. അതും കൊള്ളാം. പിന്നെ ഈ പടം പഴയ സിനിമയാണ് എന്നുള്ളത് മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഇത് കാണാനായിട്ട്. ഇനി അങ്ങനെ കണ്ടാൽ പോലും പടം നിങ്ങളെ അങ്ങനെ മുഷിപ്പിക്കുകയോ ബോറടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള, നന്നായിട്ട് വർക്കായിട്ടുള്ള, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സോ ഇതിനെയും കാണാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തൽക്കാലം ഇന്ത്യയിലെ ഒരു മെയിൻ പ്ലാറ്റ്ഫോമിലും നിലവിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് കാണാം, ഡീറ്റെയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണേണ്ടി വരും, അത് ഓർക്കുക. എനിക്ക് തോന്നുന്നു ഇതിന്റെ 97 ഇറങ്ങിയ ഇംഗ്ലീഷ് റീമേക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിൽ എങ്ങാണ്ട് ലഭ്യമാണ്. നിങ്ങൾ അത് കാണരുത്, ഈ ഒറിജിനൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സിനിമയും ഞാനും തമ്മിലുള്ള പേഴ്സണൽ കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനാണ് ഈ പടത്തിന്റെ മലയാളം സബ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. പണ്ട് ലോക്ക്ഡൌൺ ടൈമിൽ ചെയ്തതാണ്. നിങ്ങൾക്കത് എംസോണിന്റെ സൈറ്റിൽ നിന്നും മലയാളം സബ് ടൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ 44 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. സെക്സ് സീൻസ്, ന്യൂഡിറ്റി, കുറച്ച് വയലൻസ് ഒക്കെ പടത്തിലുണ്ട്. സോ കുട്ടികൾക്കുള്ള പടമല്ല ഇത്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി.